ഹലോ. അപ്പോൾ ഇന്ന് ഡേ 8 ഓഫ് 365 ഡേയ്സ്. രാവിലത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞ് ട്രേഡ് അനലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നേരത്തെ മെസ്സേജ് ഇട്ട ഒരു ട്രേഡർ റിപ്ലൈ തന്നു. അപ്പോൾ എന്നാൽ കരുതി റിപ്ലൈ ഇട്ടാലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാമെന്ന് കരുതി. പക്ഷെങ്കിൽ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നൊരു ചെടിക്ക് ഈ പെട്രോളൊക്കെ ഒഴിച്ച് തീ കത്തിച്ചൊരവസ്ഥയായിപ്പോയി. ഉണ്ടായിരുന്ന ഹോപ്പെല്ലാം കെട്ടി നശിച്ച്. പിന്നെ വിചാരിച്ച് ആരോടും ഇനി സജഷനോ കാര്യങ്ങളോ ഒന്നും ചോദിക്കണ്ടെന്ന് വെച്ച് നേരിട്ട് ഇറങ്ങുക, പിന്നെ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് സർവൈവ് ചെയ്ത് പഠിച്ച് വരിക തന്നെ ചെയ്യാമെന്ന് കരുതി. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു കാര്യം തന്നെ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ. എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയാൻ പറ്റുമോ എന്നറിഞ്ഞൂടാ. അതൊരു ചിലർക്ക് ഭയങ്കര പാടായിരിക്കും, ചിലർക്ക് അത് ഭയങ്കര ഈസി ആയിരിക്കും, മറ്റുള്ളവർക്ക് വേറെ ഒരു രീതിയായിരിക്കും. അപ്പോൾ ഒരു കാര്യം തന്നെ പല രീതിയിലായിരിക്കുമല്ലോ ആൾക്കാർ കാണുന്നതും കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും, എന്താ പറയുക, എല്ലാ രീതിയിലും. സോ പലർക്കും ആ ഒരു കാര്യം തന്നെ പല പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും അല്ലേ. ഇപ്പം ഞാനതിലോട്ട് ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്താലല്ലേ അത് ഏത് രീതിയാണെന്ന് എനിക്ക് പറയാക്കത്തുള്ളൂ. സോ നോക്കാമെന്ന് കരുതി. ഇന്നും ഇന്നലത്തെ പോലെ ആവരുത്, നേരത്തെ വന്ന് വീഡിയോയിൽ സെറ്റ് ചെയ്യണമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ട് താമസിച്ചു പോയി. അവസാനത്തെ ഒരു ഓർഡർ അങ്ങ് ഒത്തിരി ലോങ് കിട്ടിയത്. പിന്നെ വന്നപ്പോൾ ഒരു സമയമായി, പിന്നെ കുളിച്ച് സെറ്റൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് 12 കഴിഞ്ഞ്. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് തന്നെ കരുതി. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമല്ലോ. ഞാൻ കരുതി സിഗരറ്റ് വലിയ കള്ളുകൂടി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്താം എന്ന്. അപ്പോൾ അതൊരു സ്റ്റെപ്പാവുമല്ലോ. അപ്പോൾ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ നിർത്തി എടുത്തു, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോസ് കണ്ടിട്ട് പിന്നെ അങ്ങനത്തെ നല്ല വ്യക്തി, ഇങ്ങനത്തെ നല്ല വ്യക്തി, അങ്ങനൊന്നും എന്നാ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും കാണരുതെന്ന് എനിക്ക് പറയണമെന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് പിന്നെ ഒരു നാണയത്തിൻ്റെ 2 വശം എന്ന പോലെ എന്താ, അതെ, ഒരു നല്ല വശം കാണാൻ ഒക്കുന്നുണ്ടെങ്കിൽ ഒരു മോശമായ വശവും കാണും. അപ്പോൾ മോശമായ വശം കാണാൻ ഒക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു നല്ല വശവും ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനെയും അങ്ങനെ നോക്കി കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതാണ് ഇന്നെടുത്ത സ്റ്റെപ്പ്. പിന്നെ എൻ്റെ കാര്യമാണ്. ഇപ്പം ഞാൻ ആ കാര്യത്തിൽ സ്റ്റെപ്പ് എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ടാണ് തോന്നുന്നത്, ഭയങ്കര കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം എന്താ, ഒരു ലൈസൻസ് ഇല്ലാത്ത വണ്ടിയാണ് ഞാൻ. അങ്ങനെയല്ല, അതായത് ഈ മതിലും പുറത്തിരിക്കുന്ന തേങ്ങ പോലെ തൊട്ടാത്താഴ്ട്ട് വീഴും. അതായത് തീരുമാനം എടുത്താൽ അതിനൊരു ഇത് കാണത്തില്ല. അതിനാണ് മെയിനായിട്ട് ഞാൻ ഈ ഇങ്ങനെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം ഈ ഒരു പുറകിൽ നിന്നൊരു ഭയങ്കര പുഷുള്ളതുകൊണ്ട് ചെയ്യാണ്ടിരിക്കത്തില്ലല്ലോ, ക്വിറ്റ് ചെയ്യാൻ ചാൻസ് ഭയങ്കര കുറവല്ലേ. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്ത് ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് ഞാനിങ്ങനെ ബാക്കി തുടർന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇത് തുടരുന്നതും പിന്നെ ഇങ്ങനത്തെ ഓരോ കാര്യം ചെയ്യുന്നതും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് എൻ്റെ കാര്യത്തിൽ തോന്നുന്നത്. കാരണം ഞാൻ എപ്പോൾ വേണേലും ക്വിറ്റ് ചെയ്ത് പോകാവുന്നൊരു ടൈപ്പ് വ്യക്തിയാണ്. പക്ഷെ പിടിച്ച് നിൽക്കുന്നു, വേറെ ഒന്നുമല്ല, എനിക്ക് വേണ്ടി തന്നെ. സോ നോക്കാം എത്ര നേരം വെച്ചാൽ എത്ര നാളുകൾ വരെ പോകുമെന്ന്, എന്തൊക്കെ ക്വിറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ.
ഇന്ന് ലൈഫിൽ ഒരു സിറ്റുവേഷൻ കൊണ്ട് പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരും ഇല്ലെങ്കിൽ പോലും, അതായത് ആരുടെയും ഹെൽപ്പ് എന്ന് അങ്ങനെ പറയുന്നില്ല, ഇത് ലൈഫിൽ നമ്മുടെ കൂടെ ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആ ഒരു ലെവലിൽ നമുക്ക് എത്താൻ പറ്റണം. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ആവണം എടുക്കണം അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. എനിക്കിന്ന് ലൈഫിലെ ഒരു സിറ്റുവേഷൻ കൊണ്ട് തോന്നിയൊരു കാര്യമാണ്. പിന്നെ സത്യത്തിൽ ഇങ്ങനെ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. വേറെ ഇത് ഇപ്പം ഞാൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ജസ്റ്റ് എനിക്ക് എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്യുക, അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളായിരുന്നു. പിന്നെന്തോ അത് ഇങ്ങനെ ചുമ്മാ ഒരു വീഡിയോ എടുക്കാനായിട്ട് തോന്നി, ജസ്റ്റ് എടുത്തു നോക്കി. പിന്നെ ബാക്കിയെല്ലാം ഇതുപോലെ എടുത്ത്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തുകൂടാ. ഞാൻ സത്യം പറഞ്ഞാൽ അതെൻ്റെ തലയിലേ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എടുത്തുകൊണ്ടങ്ങ് ബാക്കി എടുക്കുന്നു. അപ്പോൾ അതൊരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. പിന്നെ എൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഡിസിഷൻ. എൻ്റെ കാര്യങ്ങൾ നടക്കണം. ബൈ.